ഹലോ! ഹെൽത്തിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സ്ഥിരം വീഡിയോ കാണുന്നവർ വിചാരിക്കും എന്നും ചേച്ചിക്ക് പുട്ടേ ഉള്ളൂ. അത് മറ്റൊന്നും കണ്ടല്ല കേട്ടോ. ഈ ദിവസങ്ങളിൽ പലരും എൻ്റെ അടുത്ത് പുട്ടുപൊടിയുണ്ടോ ഇടിയപ്പം പൊടിയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അത് ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല. പേഴ്സണലായിട്ട് ചോദിക്കുന്നവർക്ക് മാത്രം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എത്രയൊക്കെ ആയാലും പുട്ടുപൊടി ഇത്തിരി ബാക്കി കാണും, അല്ലെങ്കിൽ ഇടിയപ്പം പൊടി ബാക്കി കാണും. അതും കൊണ്ടാണ് മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പം പുട്ട് കേട്ടോ. കാരണം അടുപ്പിച്ച് എൻ്റെ വ്ളോഗിലൊക്കെ ഇപ്പോൾ പുട്ടാണ്. ഇടിയപ്പത്തെക്കാളും കുറച്ചുകൂടി എനിക്ക് എളുപ്പം പുട്ടുണ്ടാക്കാനാണ് കേട്ടോ. ഇടിയപ്പം ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിലും കുറച്ച് എളുപ്പം പുട്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഈ കറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു റെസിപ്പി ഇല്ല. ഞാൻ എപ്പോഴും പയറ് കുരിപ്പിക്കും, അതുപോലെ കടല, വെള്ളക്കടല, ചുമന്ന കടല, ഗ്രീൻ പീസ് ഇതൊക്കെ കുരിപ്പിക്കാനോ അല്ലെങ്കിൽ കുതിർത്തോ ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. പുട്ട് കഴിക്കാൻ അറിയാത്തവർ കഴിക്കുന്ന കണക്ക് കഴിക്കുന്നില്ലേ? പുട്ട് കഴിക്കാൻ അറിയാത്ത നോർത്ത് ഇന്ത്യൻസ് ഇതുപോലെ ഓരോ കഷ്ണം എടുത്ത് കഴിക്കും. കുറേ നാളായി അടുപ്പ് കത്തിച്ചിട്ട് കേട്ടോ. ഓരോ ദിവസവും ഗ്യാസിൻ്റെ വില കയറിപ്പോന്നു, കൂടുന്നു. അങ്ങനെ ഫിക്സ് ഒന്നുമില്ല. ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. അപ്പോൾ കുറച്ച് വിറവുണ്ട്. ചക്ക വരട്ടാൻ നേരം വിറവ് ധാരാളം യൂസ് ചെയ്തായിരുന്നു. ഞാൻ ഈ അച്ചാർ ബിസിനസ് എന്ന് തുടങ്ങിയോ അതിൽ പിന്നെ അടുപ്പ് കത്തിക്കൽ വളരെ കുറവാണ്. കാരണം അച്ചാർ പുറത്ത് ചെയ്ത ശേഷം ഞാൻ ഈ അടുപ്പിൽ നടുക്കത്തെ അടുപ്പിലോട്ടാണ് ഉരുളി കൊണ്ടുവെക്കുന്നത്. അപ്പം അടുപ്പ് ചൂടാണെന്നുണ്ടെങ്കിൽ അച്ചാർ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ വീണ്ടും ചൂട് പിടിച്ചിരിക്കത്തേ ഉള്ളൂ, പെട്ടെന്ന് തണുക്കത്തില്ലല്ലോ. ഓൾറെഡി രാത്രിയിൽ അച്ചാറിട്ടിട്ട് രാവിലെയാണ് അത് ജാറിലേക്ക് ആക്കുന്നത്. അപ്പം ചൂട് പിടിച്ചിങ്ങനെ ഇത് നന്നായിട്ട് ചൂട് പിടിച്ചാൽ പെട്ടെന്നൊന്നും തണുക്കത്തില്ല ഈ അടുപ്പ്. അങ്ങനെയുള്ള അടുപ്പാണേ. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഈ അടുപ്പ് കത്തിക്കാറേ ഇല്ലെന്ന് പറയുന്നതാവും ശരി. എവിടുന്ന ഒന്ന് ഒടിഞ്ഞു വീണോ? അതല്ലാതെ പറിച്ചതന്നെ. അവിടെ പാല് കൊടുക്കാൻ അപ്പുറത്ത് പോയപ്പം ഇത് പറിച്ചോണ്ടിരിക്കുന്നു. തന്നെ തോരൻ വെക്കാം. നല്ലത്. അപ്പോൾ ഈ പുകയില്ലാത്ത അടുപ്പ് യൂസ് ചെയ്യുന്നവർ അത് കത്തിക്കുമ്പോൾ പുക വരുന്നു എങ്കിൽ അത് അടുപ്പിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് നന്നായിട്ട് കത്തിക്കാൻ അറിയാഞ്ഞിട്ടാണ്. ഞാൻ അതേക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ഇട്ടിരുന്നു. കാരണം ബോംബെയിൽ നിന്ന് വന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് അടുപ്പ് കത്തിച്ചപ്പോൾ എനിക്ക് കത്തിക്കാൻ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് പുറവിൽ ഞാനിത് കത്തിക്കാനായിട്ട് വന്നപ്പോൾ കുറച്ച് ചാരമൊക്കെ ഉണ്ടായിരുന്നു, അത് വാരിക്കളഞ്ഞു. അതിനുശേഷം ഈ പുറകിലത്തെ അടപ്പ് തുറന്ന് ഇവിടെ ഒന്ന് എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പിൻ്റെ നടുക്കത്തെ അടുപ്പുണ്ടല്ലോ, അതിൽ ഇതുപോലെ പേപ്പർ എങ്ങാനും ചുരുട്ടി വെച്ചാലും മതി. അത് കത്തിക്കുമ്പോൾ അതിനകത്തെ എയർ കണ്ടോ, പേപ്പർ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നേ. അപ്പോൾ മുകളിൽ കൂടി നന്നായിട്ട് പുക പോകണം. അതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഞാൻ ആദ്യത്തെ ഒരു പേപ്പർ കത്തിച്ചിട്ടു, വീണ്ടും ഒരു പേപ്പർ കൂടി കത്തിച്ചിട്ടു. അത് നമ്മൾ നോക്കണം മേളിൽ കൂടി പുക പോകുന്നുണ്ടോ എന്ന്. പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കത്തിച്ചത് ശരിയായിട്ടില്ല. നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മുടെ വീടിനകം മുഴുവൻ പുകയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ദാ കറക്റ്റ് നന്നായിട്ട് പുക പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിക്കുമ്പോൾ കത്തിക്കുന്ന അടുപ്പൊഴികെ മറ്റേ രണ്ടടുപ്പും അടച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് ആ ഗ്യാപ്പിൽ വെക്കാനായിട്ടൊരു സംഭവം തന്നിട്ടുണ്ടല്ലോ, അത് ഈ അടുപ്പിൻ്റെ തൊട്ടടുത്തുള്ളതിനകത്ത് വെക്കരുത്. മറ്റേ അടുപ്പിൻ്റെ ആ ഓട്ടയ്ക്കകത്ത് വേണം അതിട്ട് വെക്കാൻ. കാരണം നടുക്കത്തെ അടുപ്പിൽ കൂടാണ് ഇതിൻ്റെ എയർ പോകേണ്ടത്. കണ്ടോ ഇപ്പോൾ നടുക്കത്തെ അടുപ്പിൽ കൂടെ തീ പോകുന്നത്. ഇങ്ങനെ പോകണം എങ്കിലേ നമ്മുടെ അടുപ്പ് നന്നായിട്ട് കത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ ആ പുക മൊത്തം നമ്മുടെ വീട് പരിസരം നമ്മുടെ പെരയ്ക്കകം മൊത്തം പുകയാകും. എനിക്കത് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് കറക്റ്റ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വിദേശത്തുനിന്ന് വന്ന് നാട്ടിൽ സെറ്റിലാക്കിയവരൊക്കെ ഇവർക്ക് ഒരു പക്ഷേ ഈ അടുപ്പ് എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ പുക കാരണം കത്തിക്കാതിരിക്കുന്നവർ കാണും. കാരണം ഞാൻ നേരത്തെ ഇതേക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് തന്നെ കമൻറ്റ് വന്നിരുന്നു, ബെൻസി ഞങ്ങളുടെ പ്രോബ്ലം സോൾവായി, ഈ അടുപ്പിൻ്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് കത്തിക്കാതിരിക്കുമായിരുന്നു. ഞാനും അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ ഈ അടുപ്പ് കത്തിക്കുന്നത്. അടുപ്പ്
കത്തിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും പുറത്ത് പോയി പുക നോക്കി നിൽക്കുന്നതും. ഇപ്പം ഈ വിറവ് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടിട്ട് പലർക്കും തോന്നും ഇത്രയും വിറകിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ ഈ അടുപ്പ് ചൂട് പിടിക്കാൻ ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ട് അത്യാവശ്യം നല്ലതുപോലെ വിറവ് വെച്ച ശേഷം തിളച്ച ശേഷം ഞാൻ മാറ്റാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പുറത്ത് മതിലിൻ്റെ പുറത്തൊരു പപ്പായ ഉണ്ടല്ലോ, എന്നും എൻ്റെ വ്ളോഗിലെ താരമാണത്. അപ്പം അതിനെ ജോസാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിക്കറിട്ട് നിർത്തിയിരുന്ന ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായയാണ്. കവറിട്ട് നിർത്തുന്നതിനെയാണ് നിക്കറിട്ട് നിർത്തി എന്ന് പറയുന്നത്. അത് പറിച്ച് വെച്ചായിരുന്നു. കുറേ ദിവസം എടുത്ത് പഴുക്കാനും കേട്ടോ. ഭയങ്കര കട്ടിയാണ് ഇതിന്. അപ്പം 1 കിലോ 714 ഗ്രാം ഉണ്ട് നമ്മുടെ ഈ പപ്പായ എന്ന് പറയുന്നത്. ഇതിനോട് അടുത്തുള്ള വെയിറ്റ് ആയിരുന്നു മറ്റതും. 2 എണ്ണമാണ് ഇങ്ങനെ പഴിപ്പിച്ചത്. അപ്പം പകുതി അടുത്ത ഒരു വീട്ടിൽ കൊടുത്തു, പകുതി ഞങ്ങളെടുത്തു. കാരണം എനിക്ക് നമ്മുടെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കോവയ്ക്ക, അതുപോലെ തന്നെ പഴം, കായ, കൂമ്പ്, പിന്നെന്താണ് ചീര, മുളക്, ഇങ്ങനെയൊക്കെ പലതും തരാറുണ്ട്. എനിക്ക് പകരം കൊടുക്കാനൊന്നുമില്ല. പകരം കൊടുക്കാനായിട്ട് എന്തെങ്കിലും അച്ചാറോ പിന്നെ എൻ്റെ കയ്യിൽ പപ്പായ മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊന്നും പ്രതീക്ഷിച്ചല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. പക്ഷേ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അപ്പോൾ തീ നന്നായിട്ട് കത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് തോരൻ വെക്കാനായിട്ട് എന്തായാലും ഇത് കിട്ടി, മുരിങ്ങയില കിട്ടി. അത് തോരൻ വെക്കാമെന്ന് വെച്ചു. കറി വെക്കാനായിട്ട് മീൻ കുറച്ചിരിപ്പുണ്ട്, അത് മീൻ വെക്കാമെന്ന് വെച്ചു. ജോസാൻ പെട്ടെന്നൊന്ന് പുറത്തോട്ട് പോകാനായിട്ട്, അതായത് സപ്ലൈകോയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ മിക്കവാറും സ്പ്രൗട്ട്സ് ഉണ്ടാക്കാറുണ്ട്. അതായത് പയറും കടലയൊക്കെ കുരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എത്ര ഉണ്ടെങ്കിലും തികയത്തില്ല കടലയും പയറും ഒക്കെ. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ അപ്പുറം മുറ്റത്ത് രാവിലെ തന്നെ തുണികൾ കഴുകിയിട്ടായിരുന്നു. തുണി എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റും പില്ലോ കവറുകളുമായിരുന്നു കൂടുതലും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ ഒരു അയ കിട്ടിയെന്ന്. കാരണം മുറ്റത്ത് പെട്ടെന്ന് വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ ഇൻ്റർലോക്കിലും തറ ഉണങ്ങിയ ശേഷം വിരിച്ചിടാറുണ്ട്. അപ്പോൾ അവിടെ കിടന്ന പില്ലോ കവറുകളും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റുകളും പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റാണ്. അപ്പോൾ അതും ഒന്ന് കഴുകിയിട്ടത് ഇങ്ങോട്ടൊന്ന് വിരിക്കാമെന്ന് വെച്ചു. ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മറ്റിടത്തും പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. കാരണം അവിടെയും ആസ്പെറ്റോസ് ആണല്ലോ, ആ ഷീറ്റിൻ്റെ ചൂടും കൊണ്ട് പെട്ടെന്ന് അവിടെ ഉണങ്ങി കിട്ടും. പക്ഷെ അത് ചൂടാവാൻ ഇത്തിരി സമയമെടുക്കും. അപ്പോൾ രാവിലെ തന്നെ തുണി കഴുകിയിട്ടായിരുന്നു കേട്ടോ. ചിലപ്പം രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടേക്കും, രാവിലെ സോപ്പ് പൊടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കും. ഇങ്ങനെയൊക്കെ പല രീതികളാണ്. ചിലപ്പം രാത്രി തന്നെ അടിച്ചിട്ടേക്കും, രാവിലെ ഒലച്ചെടുക്കത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് വിരിക്കൽ കഴിഞ്ഞു. ഇടയ്ക്ക് ജോസാൻ്റെ രണ്ട് മൂന്നെണ്ണം ഇതുകൊണ്ട് ബാക്കിയുള്ളത് അപ്പുറം മുറ്റത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിനോടകം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. കടയിൽ ആരെങ്കിലും വരുവാണെങ്കിൽ അത് സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിലെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച ശേഷം ഞാൻ തീ എല്ലാം പിരിച്ചു. നന്നായിട്ട് അടുപ്പ് ചൂടായിട്ടുണ്ട്. ഈ ഒറ്റ വിറവിലാണ് ലാസ്റ്റ് വരെ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തത്. പിന്നെ വിറക് വെച്ചിട്ടേ ഇല്ല. കുറച്ച് പപ്പായ ചെത്തി ഞാൻ കുറച്ച് കഴിച്ചു, ബാക്കി ജോസാന് വേണ്ടി വെച്ചു. ഇനിയിപ്പം നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ, അത് റെഡിയാക്കണം. അത് കുറച്ച് സമയം പോകുന്ന പരിപാടിയാണ് കേട്ടോ. കാരണം മുരിങ്ങയില നമ്മൾ തണ്ടിത്തിരിയെങ്കിലും വെച്ചിരുന്നാൽ അമ്മ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞിടുന്നത് കണ്ടിട്ടുണ്ട്. പൊതുവെ കൂടുതലും അരിയാറില്ല, അരിഞ്ഞാൽ കഴിക്കുമെന്നാണ് പറയുന്നത്. കഴിവതും ഊരിയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ആ വലിയ തണ്ടിനകത്തുനിന്ന് ചെറിയ ചെറിയ തണ്ടാക്കിയ ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണം. കാരണം ഈ ഇല എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളതാണെങ്കിലും ഇതിനിടയ്ക്കൊക്കെ ചിലന്തിയോ കീടങ്ങളോ ഒക്കെ ധാരാളം കാണും കേട്ടോ. എത്ര കുടഞ്ഞാലും അത് പോവില്ല. നമ്മൾ നോക്കി ഓരോ തണ്ടും എടുത്ത് തന്നെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് മാറ്റി ഞാൻ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ജോസാൻ വരുമ്പോൾ ജോസാനെ ദൂരാനായിട്ട് ഇരുത്താം, ഞാൻ ബാക്കി പണികൾ ചെയ്യാമെന്നാണ്. പക്ഷേ ജോസാനെ ദൂരാനൊട്ടുമേ അറിയത്തില്ല. അങ്ങനെ വലുതാക്കിയിടല്ലേ, ആ ശിഖരത്തിനകത്തുനിന്ന് ചെറുതിനെ വീണ്ടും ചെറുതാക്ക്. നടക്കുന്ന കാര്യമല്ല, അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. അത് പറിച്ചാ വരത്തില്ല. വരും, ഞാൻ ചെയ്യുന്നതോ അങ്ങനെ കടന്ന് എത്രയും ചെയ്യാൻ മാത്രം ചെറുതാക്കി എടുക്കുന്ന. രാവിലെ വേറൊരു ഉടുപ്പായിരുന്നു. കടയിൽ പോകാൻ അടുത്ത ഉടുപ്പിട്ട്, കടയിൽ നിന്ന് വന്നിട്ട് അടുത്ത ഉടുപ്പിട്ട്. ഇന്ന് 3ാമത്തെ ഉടുപ്പാ ജോസാൻ്റെ. ഈ 10 മണിയോടകം. ദിവസം അങ്ങനെ വലുതായിട്ട് ഇടാണ്ടിരി. നോക്ക് വേണ്ട, ഞാൻ നുള്ളിയിട്ടേക്കുന്നു. നോക്ക്, അത്ര വലിയ ഇതൊന്നും സൗന്ദര്യം നോക്കണ്ട. കമ്പ് മുറ്റിയത് വയറ്റി ചെന്നൂടെന്ന്. അങ്ങനെയല്ല, ഇത് പൊടിഞ്ഞു പോകും. പോയേസ മുരിങ്ങയുടെ കമ്പ് നല്ലതാ.
എങ്കിൽ കമ്പ് മാത്രം ഞാൻ തോരൻ വെച്ച് തരട്ടെ? ആ വൈ, ആ, അതിന് ബലമുള്ളതല്ല, അതുകൊണ്ട് അതങ്ങ് വെന്തു പോകും. എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഉം. ജോസേ ഇതാണ്ട് ഇത് വീണ്ടും ഇതിനെ ചെറുതാക്ക. ഇനി ഇതും ഇരുന്ന് ചെറുതാക്കുന്നേ. കണ്ടോ ഓ, അങ്ങനെ? എന്റെ പൊന്ന്, അത്ര അങ്ങ് ചെറുതാക്കായി ആരെയും കൊണ്ടുവെക്കും? അത് ഊരിയെടുക്കാൻ കുറേ സമയം എടുത്തു കേട്ടോ. കാരണം അതിൻ്റെ ഇത്തിരിയെങ്കിലും മുറ്റിയ നാരുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിനകത്ത് ചെന്നാൽ അത് പ്രശ്നമല്ലേ. തളിര് തണ്ടൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മുറ്റ് അങ്ങനെ പാടില്ലല്ലോ. അതുകൊണ്ട് കുറേ സമയം എടുത്ത് ഊരിയെടുക്കാനായിട്ട്. ആ പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിനുശേഷം ഇലയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇത് ഇല ഇട്ട് ഇളക്കുമ്പോൾ തീരെ കുറച്ചിടണം. എനിക്ക് പെട്ടെന്ന് ധൃതിക്ക് ഞാൻ ചെയ്യുമായിരുന്നേ, കാരണം പണികളിങ്ങനെ കിടക്കുവാണല്ലോ, ഉച്ചക്കത്തെ ഒന്നും ആയിട്ടില്ല. ഇത് കുറച്ച് സമയം എടുത്ത് ഊരിയെടുക്കാനായിട്ട്. അപ്പം ചെറിയ തീയിലിട്ടേ ഇത് ഇളക്കാവൂ. ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ആദ്യം കടുക് പൊട്ടിച്ച ശേഷം മസാലയിട്ട് മൂപ്പിച്ച ശേഷം അതിന് ശേഷം ഇലയിട്ട് ഇളക്കുന്നവരും ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണില്ല, നമ്മുടെ കൈവാക്ക് എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം. അതൊന്നും നല്ലതുപോലെ വാടിയ ശേഷം ഞാൻ മസാലയായിട്ട് തേങ്ങ, ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മറന്നുപോയത്, കാരണം പൊതുവേ എല്ലാ തോരനുകൾക്കും ഞാൻ ഉള്ളി ചേർക്കാറുണ്ട്. മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ലേശം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച ശേഷം മുറ്റത്തോട്ട് എല്ലാ ദിവസവും ഞാൻ പപ്പായ മരത്തേലെല്ലാം നോക്കാറുണ്ട്. കാരണം ഇത് ഒറ്റ ദിവസം കൊണ്ട് കളർ വെക്കുന്ന സംഭവമാണ് ഈ പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇവർ ഒരെണ്ണം പോലും കിളികൾക്ക് കൊടുക്കത്തില്ല, എല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുവാണോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. ഇല്ല എന്നല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പപ്പായയുടെ വില മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോകണം. അപ്പോൾ എനിക്ക് 2 പപ്പായയിൽ നിന്നും 2 ടൈപ്പ് കിട്ടി. ഇത് ഞാൻ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് ഇതായിരുന്നു. കാരണം നല്ല മാംസമാണ്, നല്ല മധുരവുമാണ്. അങ്ങനെയുള്ള ഒരു പപ്പായയാണത്. അപ്പോൾ ഒരു പപ്പായ എന്ന് പറയുന്നത് തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ അതിൽ നിന്ന് എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും വേസ്റ്റ് ആക്കാത്തത്. കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ ഈ വീഡിയോയിൽ പപ്പായയുടെ കാണിക്കുന്നത് കൊണ്ട് എനിക്ക് വാട്സപ്പിൽ കുറേ പേര് മെസ്സേജ് ഇടുന്നുണ്ട്, ബെൻസി ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും ഇതിനെ കണ്ടിട്ടില്ല, ഉള്ളത് മൊത്തം വീണു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബെൻസി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ തൊട്ട് ഞങ്ങളും പപ്പായ ഒന്നും കളയാറില്ല. ഓരോ ദിവസത്തെ ഒരു ഫ്രൂട്ടായിട്ട് ഇപ്പോൾ അതിനെ കാണുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഒരാൾക്കെങ്കിലും അത്രയും തോന്നിയെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ പറമ്പിലുള്ളത് കളഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് ഈ വിഷം അടിച്ചത് എന്ന് വെച്ച് മറ്റുള്ളത് മേടിക്കുന്നില്ല എന്നല്ല, മേടിക്കാറുണ്ട്, കടകളിൽ നിന്ന് മേടിക്കാറുണ്ട്. പക്ഷേ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ അങ്ങ് യൂസ് ചെയ്യാമല്ലോ. അതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്ത് തന്നെ പോകണം. പച്ച പപ്പായയുടെയും പഴുത്ത പപ്പായയുടെയൊക്കെ വില അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തോരൻ റെഡിയായി. മീൻ കിട്ടിയിരിക്കുന്നത് അയല മീനാണേ. അപ്പോൾ ഈ സമയം കൊണ്ട് അതും കഴുകി വൃത്തിയാക്കി മീൻ കറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില മൂപ്പിച്ച ശേഷം കറിവേപ്പില ഇത് അത് എപ്പോൾ എങ്ങനെയൊക്കെ വേണമെങ്കിലും ഇടാം. അതിനുശേഷം മുളകും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിനകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച ശേഷം പുളിവെള്ളവും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കഷ്ണങ്ങൾ പെറുക്കിയിട്ട് ലാസ്റ്റിൽ ലേശം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് വറ്റിച്ചെടുക്കാം. കടുക് പൊട്ടിക്കുന്നതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉലുവായും പൊട്ടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. എനിക്ക് അടുത്ത ദിവസം ഒരു കമൻറ്റ് വന്നായിരുന്നു, കണ്ണൂരിൽ നിന്നും മീൻ കറി മോരൊഴിച്ച് മോര് അരപ്പൂടെ അരച്ച് ചേർത്ത് മീൻ കറി വെക്കാറുണ്ടെന്ന്. എനിക്ക് പുതിയ അറിവാണ് കേട്ടോ. ആ റെസിപ്പി ഫുള്ളായിട്ടൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നു. പൊതുവേ എന്താണ് പറയുന്നത്, തൈരും മോരും അല്ലെങ്കിൽ മീനും ഒക്കെ വിരുദ്ധാഹാരമാണെന്ന് പറയാറുണ്ട്. നമ്മൾ മലയാളികൾ പറയാറുണ്ട് മോര് തൈരൊട്ടും തിളപ്പിക്കരുതെന്ന്. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് പല ഡിഷിലും അത് തിളപ്പിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതി. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സ്പ്രൗട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ഒരു സംഭവമാണ് കേട്ടോ. നല്ലതാണ്. ഇതാകുമ്പോൾ ഞാൻ സാധാരണ തുണിയിൽ കെട്ടിവെച്ചാണ് ഉണ്ടാക്കുന്നത്. അതും നന്നായിട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ അത് നല്ലതായിട്ട് മുള വരുമ്പോൾ ആ തുണിക്കകത്തോട്ട് ഇറങ്ങി ഓരോന്നും പിച്ചി എടുക്കണം. അതിൻ്റെ മുളയാണല്ലോ അതിൻ്റെ എന്താണ് വൈറ്റമിൻസ് കൂടുതലെന്ന് പറയുന്നത് അതിൻ്റെ മുളയ്ക്കാണ്. അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഈ പാത്രം എന്ന് പറയുന്നത് 4 തട്ടുണ്ട്. ഒരെണ്ണത്തിൽ നമുക്ക് ഇടാൻ പറ്റില്ല, 3 എണ്ണത്തിൽ ഇടാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് തലേന്ന് രാത്രിയിലെ ഞാൻ കുറച്ച് ചുമന്ന പയർ, ബാക്കി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. ദിവസം ഞാൻ പറഞ്ഞല്ലോ സപ്ലൈകോയിൽ പോയെന്ന്. സപ്ലൈകോയിൽ നിന്നൊന്നും കിട്ടിയില്ല, സാധനങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉള്ളത് ഇന്നലെ തലേന്നേ ഞാൻ ഇട്ടായിരുന്നു. ഇത് തീർന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ പയറുവർഗ്ഗങ്ങളൊക്കെ തീർന്നു, പോയി മേടിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് മേടിക്കാൻ പോയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. നിങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ.
അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രിയിലേ കുതിർത്ത് വെച്ചു. അത്രയും നേരം ഒന്നും കുതിരണ്ട കേട്ടോ. ഒരു 4-5 മണിക്കൂർ കുതിർന്നാലും മതി. രാവിലെ നിങ്ങൾ വെള്ളത്തിൽ ഇട്ടാലും മതി. ഇത് ഞാൻ കുറേ മണിക്കൂറുകൾ വെള്ളത്തിൽ കിടന്നു രാവിലെ കഴുകി വാരി വെള്ളം വാലാനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ജാലിക്കകത്തിട്ട് വെച്ചിരുന്നു. വെള്ളം നല്ലതുപോലെ വാർന്ന ശേഷം ഇതിനകത്തേക്ക് ഇട്ടു. ഇതിൽ വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴുകി പോകാനുള്ള ചെറിയൊരു ഹോളും ഉണ്ട്. എങ്കിലും വെള്ളത്തോട് ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളം കൂടിപ്പോയാൽ അത് അഴുകി പോകാൻ ഒരു സ്മെല്ല് വ്യത്യാസമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ലതുപോലെ ഇട്ട ശേഷം ഓരോന്നിൻ്റെ മേളിൽ ഓരോന്നായിട്ട് വെക്കണം. ഏറ്റവും അടിയിലത്തേതിനകത്ത് ഇടരുത്. കാരണം വെള്ളം വല്ലതും ഊറുന്നുണ്ടെങ്കിൽ അതിനകത്ത് വീഴാൻ വേണ്ടിയാണ് അടിയിലെ പാത്രം പ്ലെയിനായിട്ട് അങ്ങനെ വെച്ചേക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ഈ 3 തട്ട് വളരെ ഉപകാരമാണ് കേട്ടോ. കാരണം നമുക്ക് പലത് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് വെക്കാൻ പറ്റും. ഞാൻ പൊതുവെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഒരുപ്പിക്കുന്നത്. അപ്പോൾ കടല സെപ്പറേറ്റ് വെക്കാം, പയർ സെപ്പറേറ്റ് വെക്കാം, എന്താണ് ഗ്രീൻ പീസ് മുളപ്പിക്കുന്നുവെങ്കിൽ അത് സെപ്പറേറ്റ് വെക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങ് അടച്ചു വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഓപ്പൺ ചെയ്യൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കരുത്. നല്ലൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ അത് മുള വന്ന ശേഷമുള്ള വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് അടുത്ത വ്ളോഗിൽ കാണിക്കാമേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വളരെ ചെറിയൊരു വ്ളോഗായിരുന്നു. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.